الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبد ربك حتى يأتيك اليقين സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം അൽ ഹിജ്റിലെ 99-ാമത്തെ ഒരു ചെറു വചനമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് അഭിസംബോധന എന്ന നിലയിലാണ് നേർക്ക് നേരെ അത് മനസ്സിലാക്കാൻ കഴിയുക എങ്കിലും നമ്മളോട് എല്ലാവരോടുമുള്ള ഒരു നിർദ്ദേശമാണ്. അത് മറ്റൊന്നുമല്ല, ഉറപ്പായ കാര്യം, ഒരു സംശയവുമില്ലാത്ത കാര്യം, അതായത് മരണം, അത് വന്നെത്തുന്നത് വരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ പരിശുദ്ധ റമളാൻ വിട പറഞ്ഞു. അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ വ്രത സമാപനാഘോഷം അതും കഴിഞ്ഞു. ഇനി ഇത് രണ്ടും കിട്ടണമെങ്കിൽ ഒരു വർഷം ഞാനും നിങ്ങളും കാത്തിരിക്കണം. ആവുമോ ഇല്ലേ എന്നുള്ളത് നമുക്കാർക്കും ഉറപ്പുമില്ല. ഏതായിരുന്നാലും നമ്മളുടെ പ്രതീക്ഷ, ആഗ്രഹം ഇനിയും അത് കിട്ടണം എന്ന് തന്നെയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പരിശുദ്ധ റമളാനിൽ നാം ചെയ്ത അമലുകൾ അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അനുസ്യൂതം ഉണ്ടാകണം എന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. അതൊന്നുകൂടി ഉണർത്തുകയാണ്. കാരണം ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് സ്വീകരിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ. ഇപ്പൊ പരിശുദ്ധ റമളാൻ വിട പറയുമ്പോൾ നമ്മൾ ഫിത്ർ സക്കാത്ത് നൽകി. അത് നമ്മളുടെ ശരീരത്തിന്റെ സക്കാത്താണ്, നോമ്പിന്റെ സക്കാത്താണ് എന്ന് നാം അത് മനസ്സിലാക്കിയതാണ്. അതുപോലെ പെരുന്നാൾ ദിവസം നാം നമസ്കരിച്ചു, ഒരുപാട് നന്മകൾ ചെയ്തു, പല നല്ല കാര്യങ്ങൾക്കും വേണ്ടി നാം ഇറങ്ങിത്തിരിച്ചു. ഇതെല്ലാം
അള്ളാഹു നമ്മിൽ നിന്ന് യഥാവിധി സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് സൂചിപ്പിക്കാറുള്ളത്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ വിട പറഞ്ഞാൽ അതിൻ്റെ കൂടെ എല്ലാ നന്മകളും വിട പറയുക എന്നുള്ളത് ഒരു സാധാരണയായി പലരിലും കണ്ടുവരാറുള്ള ഒരു കാര്യമാണ്. എന്താണ് റമദാൻ കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് വിട പറയാനുള്ളത്? കൃത്യമായി പറഞ്ഞാൽ രണ്ട് കാര്യം. ഒന്ന്, പകൽ സമയത്തെ നിർബന്ധ നോമ്പ്. 2, ഇശാ നമസ്കാരത്തിന് ശേഷം പള്ളികളിൽ സംഘടിതമായി നടത്താറുള്ള തറാവീഹ് അല്ലെങ്കിൽ ഖിയാം റമദാൻ. ഇത് രണ്ടും അങ്ങോട്ട് ഒഴിവാക്കി നിർത്തിയാൽ പിന്നെ ഒന്നും നമുക്ക് ഒഴിവാക്കാനില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് അത് രണ്ടും മാറ്റി നിർത്തി ബാക്കിയെല്ലാം ഒപ്പം ഉണ്ടാകണം മരണം വരെ എന്നുള്ളതാണ് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന സന്ദേശം. തന്നെയുമല്ല, മരണം എപ്പോൾ, നാളെ എന്ത് ചെയ്യാൻ കഴിയും, അതൊന്നും നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ല. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. സൂറത്തുൽ ലുഖ്മാനിലെ അവസാനത്തെ വചനം. നാളെ ഓരോ ശരീരവും എന്ത് ചെയ്യും എന്ന് അതിനറിയില്ല. എവിടെ വെച്ചാണ് മരണം സംഭവിക്കുക എന്നുള്ളതും അറിയാൻ കഴിയില്ല. പക്ഷേ അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാണ്. എല്ലാം അവൻ അറിയാം. ഓരോരുത്തരെ നാളെ എന്ത് ചെയ്യും, നാളെ ആര് മരിക്കും, ഇന്ന് ആരെല്ലാം മരിക്കണം, നാളെ ഓരോരുത്തരുടെ അവസ്ഥ എന്ത്, അത് കഴിഞ്ഞാലുള്ള സ്ഥിതി എന്ത്, ഇതൊക്കെ കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. അതാണ് ആ വചനം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്നല്ലാഹ അലീമുൻ ഖബീർ എന്നുകൂടി പറഞ്ഞത് എന്ന് നാം ഓർക്കുക. വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ ഈ കാര്യം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. സൂറത്ത് നിസായിലെ 78-ാമത്തെ വചനം. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടി. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, അത് കെട്ടി ഉയർത്തപ്പെട്ട വലിയ കോട്ടകൾക്കുള്ളിലായിരുന്നാലും ശരി, നിങ്ങളെ അത് എത്തിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള സന്ദേശം എമ്പാടുമുണ്ട്. അതുകൊണ്ട് എപ്പോഴാണ് മരണം എന്നറിയാത്തത് കൊണ്ട് ഇനി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം റമദാൻ വന്നിട്ട് ഒന്നുകൂടി എല്ലാം ശരിയാക്കാം എന്ന് കാത്തിരിക്കരുത് എന്നുള്ള വളരെ ശക്തമായ ഒരു നിർദ്ദേശമാണ് ഇതിൽ നിന്നൊക്കെ എനിക്ക് നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് നമ്മൾ റമദാനിൽ പഠിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്, നമുക്ക് കിട്ടിയ ഒരുപാട് സവിശേഷതകളുണ്ട്, നാം ആർജിച്ചെടുത്ത ഒരുപാട് നന്മകളുണ്ട്. അതൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പിക്കുക, തീരുമാനിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഇന്ന് ഈ ദിവസം എന്നോടും നിങ്ങളോടും എനിക്ക് ഉണർത്താനുള്ളത്. ഫർദ് നമസ്കാരങ്ങൾ കഴിയുന്നതും നമ്മൾ ജമാഅത്തായിട്ട് റമദാൻ മാസത്തിൽ കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ ഇനിയും അത് തുടരുക. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ റവാത്തിബ് സുന്നത്തുകൾക്ക് പ്രാമുഖ്യം നൽകി മറ്റ് നവാഫിലുകൾക്ക് പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കാതിരിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം, അത് പാരായണം ചെയ്യാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകില്ല എന്ന് തീരുമാനിക്കുക. അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ ശ്രമിക്കുക, അത് പഠിക്കുക, അത് ചിന്തിക്കുക, അത് മനനം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുക, ഖുർആനുമായിട്ടുള്ള ബന്ധം അനുസ്യൂതം തുടർന്നു കൊണ്ടുപോവുക. ഇതൊക്കെ റമദാൻ കഴിഞ്ഞാലും നാം നിലനിർത്തേണ്ട കാര്യമാണ്. പിന്നെ മാറ്റി നിർത്താൻ പറ്റുന്നതാണോ ദുആവും പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ തസ്ബീഹ് തഹ്ലീലുകളും തക്ബീറുകളും തഹ്മീദുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലലും ഇതൊക്കെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റുമോ? ഇല്ല, ഒന്നും ഒഴിവാക്കി നിർത്താൻ കഴിയില്ല. അതുപോലെ തന്നെ രാത്രി നമസ്കാരം, അത് റമദാനിലാകുമ്പോൾ നമ്മൾ തറാവീഹ് എന്നുള്ള പേരിൽ നമ്മൾ ഇശാ നമസ്കാരത്തിന് ശേഷം സംഘടിതമായി പള്ളികൾ നിർവഹിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്.
എന്നാൽ അതോടുകൂടി അത് പൂർണ്ണമായും അവസാനിക്കുന്നില്ല. രാത്രി നമസ്കാരം എന്നും വിശ്വാസിയുടെ മുഖമുദ്രയാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ് യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഖുർആൻ അങ്ങനെയാണ് പറയുന്നത് സൂറത്തുൽ സജ്ദയിൽ. ആ വിശ്വാസികളുടെ പാർശ്വഭാഗങ്ങൾ അവരുടെ കിടക്കകളിൽ നിന്ന് അകലും. എന്നിട്ട് അവർ അവരുടെ രക്ഷിതാവിനോട് പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടി അവർ പ്രാർത്ഥിക്കും. അവർക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കും. ഇതൊക്കെ എന്നും നടക്കേണ്ട കാര്യമാണ്. റമദാൻ കഴിഞ്ഞു, ഇനി വിത്റായിട്ടോ തഹജ്ജുദായിട്ടോ ഏത് നിലയിലും അത് തുടർന്നു കൊണ്ട് പോകാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യം ശക്തമായ ഭാഷയിൽ നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്. അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഒന്നുകിൽ ഇശാഇന് ശേഷം വിത്റായിട്ട്, അതല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നതിന് ശേഷം തഹജ്ജുദായിട്ട്, കഴിയുന്ന രൂപത്തിൽ 1, 3, 5, 7, 9, 11 എന്നുള്ള നിലയിൽ അത് നിർവഹിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സംഗതി ഉണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ് ഇശ് മാ ശിഅ്ത ഫഇന്നക മയ്യിത്. മുഹമ്മദേ, നീ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ നീ ജീവിക്കും, പക്ഷേ നീ മരിക്കാനുള്ളവരാണ്. വഅഹ്ബിബ് മൻ ശിഅ്ത ഫഇന്നക മുഫാരിഖ്. നീ ഇഷ്ടപ്പെടുന്നവരെ, നിനക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ നീ ഏറ്റവും വലിയ സ്നേഹം വെച്ച് പുലർത്തിക്കോ, ഇഷ്ടപ്പെട്ടോ, പക്ഷേ നീ അവരെല്ലാം വിട്ടുപിരിയേണ്ടവനാണ്. വഅമൽ മാ ശിഅ്ത ഫഇന്നക മുജ്സം ബിഹി. തീർച്ചയായും നീ ചെയ്യാവുന്ന എല്ലാ അമലുകളും ചെയ്യുക, അതിന് നിനക്ക് പ്രതിഫലം നൽകപ്പെടും. വഅലം, നീ അറിയണം, അന്ന ശറഫൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ മനുഷ്യന്റെ മാന്യത, അവന്റെ ഷറഫ് എന്ന് പറയുന്നത് ഖിയാമുഹു ബില്ലൈൽ, അവന്റെ രാത്രി നമസ്കാരമാണ്. അപ്പൊ റമദാൻ ആവുമ്പോൾ ഒഴിവാക്കാനുള്ളതല്ലല്ലോ അത്. ഒരു വിശ്വാസി തുടരേണ്ടതാണെന്നർത്ഥം. വഇസ്സുഹു, ഒരു വിശ്വാസിയുടെ പ്രതാപം, അവന്റെ ഇസ്സത്ത്, ഇസ്തിഗ്നാഉഹു അനിന്നാസ്, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ് അവന്റെ ഇസ്സത്ത്, അവന്റെ അഭിമാനം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് വന്ന് ഉപദേശിച്ച ഉപദേശമാണിത്. അതിൽ ഖിയാമുൽ ലൈൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അത് ഷറഫുൽ മുഅ്മിൻ എന്നാ പറഞ്ഞത്, വിശ്വാസിയുടെ മാന്യതയാണെന്ന് പറഞ്ഞു. അതുപോലെ എല്ലാ രാത്രികളിലും രാത്രിയുടെ അവസാനത്തിന്റെ 1/3 അവശേഷിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് ഏറ്റവും അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും. എല്ലാ രാത്രിയിലും, റമദാനിൽ മാത്രമല്ല, റമദാനിലെ രാത്രിയിൽ മാത്രമല്ല, അതിന് ആദ്യ ഭാഗത്തുമല്ല, രാത്രിയുടെ അവസാനത്തിലെ 1/3 അവശേഷിക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത്. എന്നിട്ട് അള്ളാഹു ചോദിക്കും, മയ്യദ്ഉനി, ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്? ഫഅസ്തജീബു ലഹു, ഞാൻ അവന് ഉത്തരം ചെയ്യും. അതുപോലെ വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹു, ആരാണ് എന്നോട് പാപമോചനം തേടുന്നത്? അവന് ഞാൻ പുറത്തു കൊടുക്കും. വമൻ യസ്അലുനി, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്? ഫഉഅതീഹി, അവൻ എന്ത് ചോദിക്കുന്നുവോ അതവന് ഞാൻ നൽകും. അപ്പൊ അള്ളാഹു അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വിശ്വാസികൾ ചോദിക്കുന്നത് നൽകുന്ന, വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് നൽകുന്ന, വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം ചെയ്യുന്ന, വിശ്വാസികൾ പാപമോചനം തേടിയാൽ പുറത്തു കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം ഈ രാത്രിയുടെ അന്ത്യയാമത്തിലാണ്. നഷ്ടപ്പെടുത്താതിരിക്കുക, റമദാനിൽ മാത്രമല്ലാതെന്ന് ഓർക്കുക. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നമസ്കാരത്തെ മുറുകെ പിടിക്കുക, അത് ശ്രദ്ധിക്കുക. കാരണം ഫഇന്നഹു ദഅബുസ് സാലിഹീൻ, അത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങളുടെ ഖബലക്കും, നിങ്ങളുടെ മുമ്പുള്ള പൂർവികന്മാരായ സജ്ജനങ്ങളായ ആൾക്കാരുടെ പതിവാണ്. വഹുവ ഖുർബത്തുൻ ഇലാ റബ്ബിക്കും, അത് നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങളെ അടുപ്പിക്കാനുള്ളതാണ്. വമുകഫിറത്തുൽ ലിസ്സയ്യിആത്ത്, അത് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനുള്ളതാണ്. വമുൻഹാത്തുൽ ലിൽ ഇസ്ം,
സർവ്വ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നുള്ള പ്രതിരോധമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ റമദാനിൽ മാത്രമാണതെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അപ്പോൾ അതും നമുക്ക് ഒഴിവാക്കാനില്ല എന്ന് നാം അറിയുക. പിന്നുള്ളത് എന്താ? നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് റമദാൻ കഴിയുമ്പോൾ വേണ്ട എന്നാണ്. റമദാനിൽ നമ്മളത് കുറെ സൂക്ഷിച്ചിരുന്നു, കാരണം നോമ്പ് നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയത്താൽ. ഇനി റമദാൻ കഴിഞ്ഞു, ഇനി റമദാനിൽ കൂടി ബാക്കിയുള്ളത്, അവശേഷിച്ചത്, അരിയറായിട്ടുള്ളത് റമദാൻ കഴിഞ്ഞതിന് ശേഷം ഇനി അങ്ങോട്ട് തുറന്നു വിട്ടേക്കാനാണോ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അരുത്. കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ലത് സംസാരിക്കണം, അല്ലെങ്കിൽ മൗനം പാലിക്കണം. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. ഇങ്ങനെ സറസറോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അമലുകൾ മുഴുവനും നഷ്ടപ്പെടുത്തി പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകരുത്. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് എന്ന് പറയുന്ന സഹാബി ഒരിക്കൽ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഹദ്ദിസ്നി ബിഅംരിൻ അഅ്തസിമു ബിഹി, എനിക്ക് അവലംബിക്കാവുന്ന, മുറുകെ പിടിക്കാവുന്ന ഒരു കാര്യം അങ്ങ് എനിക്ക് കൽപ്പിച്ചു തന്നാലും, എനിക്ക് പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ റബ്ബി അല്ലാഹ് സുമ്മ ഇസ്തഖിം, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് നീ പ്രഖ്യാപിക്കുക, എന്നിട്ട് നേരെ ചൊവ്വേ അല്ലാഹുവിന്റെ മതത്തിൽ നീ നിലകൊള്ളുക. ഇതാണ് ഒന്നാമത്തെ ഉപദേശം. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ച ചോദ്യം ഇതാണ്, എന്താണ് എനിക്ക് അവലംബിക്കാൻ പറ്റുന്ന, എന്നും മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് ഉപദേശിച്ചു തരണമെന്നാ പറഞ്ഞത്. അപ്പൊ ആദ്യം പറഞ്ഞത് എന്താ? നീ അള്ളാഹു ആണ് എന്റെ റബ്ബ് എന്ന് പറയുക. എങ്ങനത്തെ തോന്നിയമാതിരി ജീവിക്കലല്ല, സുമ്മസ്തഖീം, ആ പ്രഖ്യാപനത്തിനനുസരിച്ച് നീ ജീവിച്ച് മുന്നോട്ട് പോവുക, ഇസ്തിഖാമത്ത് ഉണ്ടാവുക, സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ, ഇതാണ് എന്റെ നേരായ മാർഗം, അത് പിൻപറ്റുക എന്ന് പറഞ്ഞത് ഞാൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നാണ് അദ്ദേഹത്തോട് ഉണർത്തിയത്. പിന്നെ രണ്ടാമത് പറഞ്ഞത് എന്താണെന്നറിയോ? പിന്നെ ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മാ അഖ്വഫു മാ തഖാഫു അലയ്യ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖദ ബിലിസാനിഹി, പ്രവാചകൻ തന്റെ നാക്കിന് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദാ, ഇതിനെ സൂക്ഷിച്ചോ, ഇതിനെ പേടിച്ചോ, ഇതാണെല്ലാം നശിപ്പിച്ചു കളയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിച്ചത് എന്നോടാണ്, നിങ്ങളോടാണ്, നാം ഓരോരുത്തരോടുമാണ്. കാരണം നമ്മളുടെ നാക്കാണ് നമ്മളെ നരകത്തിൽ പോകണോ സ്വർഗത്തിൽ പോകണോ എന്ന് തീരുമാനിക്കുന്നത്. ആ ഭാവി ഭാഗധേയം നിർണയിക്കുന്നത് നാക്കാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോൾ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും പഞ്ചപുച്ഛമടക്കി നാവിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് പറയുമത്രേ, നീ ചൊവ്വായാൽ ഞങ്ങൾ ചൊവ്വായി, നീ വളഞ്ഞാൽ ഞങ്ങൾ വളയും, അതുകൊണ്ട് ദയവ് ചെയ്ത് പ്ലീസ് എന്നെ നീ വളയ്ക്കരുതേ എന്ന് നാക്കിനോട് പഞ്ചപുച്ഛമടക്കി കയ്യും കാലും കണ്ണും മൂക്കും അവയവങ്ങൾ മുഴുവനും അതിനോട് കെഞ്ചുമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലാണ്. കാരണം നാക്കുകൊണ്ട് നരകം വാങ്ങരുത്. കളവ് പറഞ്ഞിട്ടും, കള്ള സത്യം ചെയ്തിട്ടും, കള്ള സത്യവാങ്മൂലം എഴുതി കൊടുത്തിട്ടും, അതേപോലെ തന്നെ അപവാദം പ്രചരിപ്പിച്ചിട്ടും, മനുഷ്യന്റെ അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന നിലയിലുള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ടും ഒരിക്കലും നരകം വിലയ്ക്ക് വാങ്ങരുത്. ഇത് റമദാനിൽ മാത്രം ശ്രദ്ധിക്കേണ്ടതല്ല, എന്നും വേണം. ഇല്ലെങ്കിൽ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ മുഴുവനും പരലോകത്തെത്തുമ്പോൾ നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് ദയനീയമായി വലിച്ചെറിയപ്പെടുന്ന രംഗമുണ്ടാകുമെന്ന റസൂലിന്റെ മുന്നറിയിപ്പും താക്കീതും നാം ഓർക്കുക. അപ്പൊ നാവ് സൂക്ഷിക്കേണ്ടതും റമദാനിൽ മാത്രമല്ല, ചുരുക്കി പറഞ്ഞാൽ റമദാനിൽ മാത്രമല്ല ഒന്നും. കാരണം പരിശുദ്ധ റമദാനിൽ നാം പഠിച്ച വലിയ പാഠം എന്താണ്? ഒന്ന് നാം ചിന്തിച്ചു നോക്കുക. വേണമെങ്കിൽ എനിക്ക് നന്നാകാൻ കഴിയുമെന്നുള്ളതാണ് റമദാൻ പഠിപ്പിച്ച പാഠം. വേണമെങ്കിൽ എനിക്ക് നന്നാകാൻ കഴിയും. ഞാൻ വിചാരിച്ചാൽ എനിക്ക് നന്നാകാം. കളവ് പറയണ്ടെന്ന് വിചാരിച്ചാൽ എനിക്ക് പറയാതിരിക്കാം.
കള്ളസത്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ എനിക്ക് കള്ളസത്യം ചെയ്യാതിരിക്കാം. ഗീബത്തും നമീമത്തും വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാതിരിക്കാം എന്ന് ഞാൻ വേണമെങ്കിൽ ഞാൻ വിചാരിച്ചാൽ എനിക്ക് നന്നാകാൻ കഴിയും. എനിക്ക് അള്ളാഹു അനുവദിച്ച ഭക്ഷണം വേണ്ടെന്ന് വെക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ ആഹാരം ഒരിക്കലും എനിക്ക് വേണ്ട എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയും. ഇങ്ങനെ നോമ്പ് വേണമെങ്കിൽ എനിക്ക് നന്നാകാൻ കഴിയും എന്ന വലിയ പാഠമാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചതെങ്കിൽ റമദാൻ കഴിയുമ്പോൾ ആ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് പല വഴിയിലേക്ക്, മോശമായതിലേക്ക് നമ്മിൽ പലരെങ്കിലും പോകുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് തിരിച്ചു പിടിക്കാനും മാറി നിൽക്കാനും ഉറച്ചു നിൽക്കാനും നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, നാം സ്വയം തീരുമാനിക്കുക, ഞാൻ മാറും, ഞാൻ എന്നെ മാറ്റും, ആ മാറ്റത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും, ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോകില്ല. കാരണം നാം സ്വയം തീരുമാനിക്കണം മാറാൻ. അപ്പോൾ അള്ളാഹു നമ്മളെ മാറ്റും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനതയെയും അള്ളാഹു മാറ്റത്തിന് വിധേയമാക്കുകയില്ല, അവർ സ്വയം മാറ്റത്തിന് വിധേയമാകുന്നത് വരെ. വിശുദ്ധ ഖുർആൻ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമുണ്ട് വിശുദ്ധ ഖുർആനിലേത്. ആദ്യത്തത് ജനത എന്ന് മൊത്തത്തിൽ പറഞ്ഞു. ആ ജനത, സമൂഹം നന്നാകണമെങ്കിൽ രണ്ടാമത്തെ പ്രയോഗം അൻഫുസാണ്, വ്യക്തികളാണ്. അപ്പൊ സമൂഹം നന്നാകണമെങ്കിൽ വ്യക്തികൾ നന്നാകണം. വ്യക്തികൾ സംസ്കരിക്കപ്പെടുന്നതിലൂടെ മാത്രമേ സംസ്കാര സമ്പന്നമായ ഒരു സമൂഹം ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു മാറ്റം വരുത്തിയുള്ളപ്പോ ഓരോ വ്യക്തിയും വിചാരിക്കുക, ഞാൻ മാറാൻ, എല്ലാ തെറ്റുകളിൽ നിന്നും അകന്നു നിന്ന് ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുക. അങ്ങനെ ഓരോ വ്യക്തിയുമായാൽ അതൊരു സമൂഹമായി മാറി. അപ്പൊ ആ സമൂഹം നന്നായി. അപ്പോൾ അള്ളാഹു പരിവർത്തനത്തിന് വിധേയമാക്കും. വലിയ വിജയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു കൊണ്ടുവരും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്നുള്ള പ്രയോഗം. അപ്പൊ അത് നാം ശ്രദ്ധിക്കുക. ഓരോ വ്യക്തിയും നന്നാകുക, മൊത്തം നന്നാകലിന് വേണ്ടി അത് നാം ഉറപ്പിക്കുക, തീരുമാനിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി വ ഖതായായ കുല്ലഹാ അല്ലാഹുമ്മ അൻഇശ്നി വജ്ബുർനി വഹ്ദിനി ലിസാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ് ഇന്നഹു ലാ യഹ്ദി ലിസാലിഹിഹാ വലാ യസ്രിഫു സയ്യിഅഹാ ഇല്ലാ അൻത. വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. എന്താണ്? അല്ലാഹുവേ, എന്റെ പാപങ്ങളും തെറ്റുകളെല്ലാം എനിക്ക് നീ പുറത്തു തരണമേ, എനിക്ക് നീ ഉന്മേഷം നൽകണമേ, സത്യത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ജാഗ്രതയും അതുപോലെ തന്നെ തന്റേടവും എനിക്ക് നീ പ്രദാനം ചെയ്യണമേ, എന്റെ വീഴ്ചകൾ പരിഹരിച്ചു തരണമേ, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്കും ഏറ്റവും നല്ല അമലുകളിലേക്കും എനിക്ക് നീ മാർഗദർശനം നൽകണമേ. കാരണം അതിലേക്ക് മാർഗദർശനം നൽകാനും അതുപോലെ തെറ്റുകളിൽ നിന്ന് തടഞ്ഞു നിർത്താനും നിനക്കല്ലാതെ കഴിയില്ല നാഥ എന്നർത്ഥം വരുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഒന്ന്, ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുക, തെറ്റുകളിൽ നിന്ന് മാറി. രണ്ട്, അതിനുവേണ്ടി അള്ളാഹുവിനോട് തേടുക. അതുപോലെ വഴുതാനുള്ള സാധ്യത ഏറെയുണ്ട് നമ്മുടെ ജീവിതം. അങ്ങനെ വഴുതി പോകുമ്പോൾ അള്ളാഹു ആ വഴിക്ക് വിടും. റബ്ബന, അതുപോലെ ഫലമ്മാ സാഗു വസാഗ അല്ലാഹു ഖുലൂബഹും എന്ന് ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. ഒരു സമൂഹത്തെ കുറിച്ച് അവർ വളയാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു അവരെ വളയാൻ വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നുവല്ലിഹി മാ തവല്ല, അവൻ എങ്ങോട്ടാണോ തിരിയുന്നത് അങ്ങോട്ട് അവനെ നാം തിരിച്ചുവിടുന്ന. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്നു, എവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആ വഴിയിലേക്കുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരുമെന്ന് അറിയുക. അതുപോലെ റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് പോലെയുള്ള പ്രാർത്ഥനകൾ വളരെ ഗൗരവവും പ്രാധാന്യമുള്ളതാണ്. അത് ആവർത്തിക്കുക. അപ്പൊ അങ്ങനെ സ്വയം തീരുമാനിച്ച് ഞാനിനി തെറ്റില്ല, റമദാനിൽ പഠിച്ച പാഠം ഞാനിനി മുമ്പോട്ട് കൊണ്ടുപോകും, അതിൽ നിന്ന് അകലില്ല എന്നുള്ള തീരുമാനം എടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. രണ്ടാമത്, നമ്മളുടെ സാഹചര്യം നാം മനസ്സിലാക്കി ആ സാഹചര്യത്തിനനുസരിച്ച് നാം മുന്നോട്ട് പോകാൻ പോകണം. കാരണം സാഹചര്യമാണ് പലരെയും മോശമാക്കുന്നതും പലരെയും നന്നാക്കുന്നതും. അത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നാം നോക്കുക, ലഹരിയും കൊലപാതകവും അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന ജീർണതകളും അധാർമികതകളും നാം എടുത്തു നോക്കിയാൽ അതിന്റെ ഒക്കെ പിന്നിലേക്ക് എത്തിയാൽ സാഹചര്യങ്ങളുടെ പങ്ക്, സമ്മർദ്ദം ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയും. അത് വിദ്യാർത്ഥികളുടെ ഇടയിലായിരുന്നാലും യുവാക്കളുടെ ഇടയിലായിരുന്നാലും സമൂഹത്തിന്റെ പൊതുധാരകളിലായിരുന്നാലും ശരി, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അത്തരം പിഴപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള, അത് കേൾക്കാൻ പോലും ചെവി കൊടുക്കാതിരിക്കാനുള്ള
ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. വിശുദ്ധ ഖുർആൻ സൂറത്തു ഖസസിലെ 55-ാമത്തെ വചനത്തിലൂടെ ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വൈദാ സമിഉൽ ലഗ്വ, വ്യർത്ഥമായ അനാവശ്യമായ കാര്യങ്ങൾ അവർ കേട്ട് കഴിഞ്ഞാൽ അഅറദു അൻഹു, അതിൽ നിന്ന് അവർ വിട്ടു നിൽക്കും. എന്നിട്ട് വഖാലു, അവർ പറയും ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമല്, നിങ്ങൾക്ക് നിങ്ങളുടെ അമല്. നിങ്ങളുടെ അമലുമായി ഞാനില്ല, ഞങ്ങളുടെ അമലുമായി നീ വരണ്ട, പക്ഷേ നിന്റെ ഈ അമലുമായി യോജിക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഒരു മാനസികാവസ്ഥ ഉണ്ടായാൽ ഒരു തെറ്റിലേക്കും ഒരു മദ്യത്തിലേക്കും ഒരു ലഹരിയിലേക്കും ഒരു ജീർണതകളിലേക്കും ഒരു ലൈംഗിക അരാജകത്വത്തിലേക്കും ഒന്നും പോവില്ല. ആ ഒരു തീരുമാനമുണ്ടായാൽ. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന തത്വം. വിശുദ്ധ ഖുർആൻ സൂറത്തു ഖസസിലെ 55-ാമത്തെ വചനമാണ്. ഇനി അങ്ങനെ പറഞ്ഞിട്ടും രക്ഷയില്ല എന്ന് കണ്ടാൽ സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സലാം, ഇല്ലിട്ടോ ഞാൻ നിങ്ങളുടെ കൂടെ. ലാ നബ്തഗിൽ ജാഹിലീൻ, വിഡ്ഢികളായ മൂഢന്മാരായ ആൾക്കാരോടുള്ള ഈ ചങ്ങാത്തം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാനുള്ള തന്റെ ഇടം, അത് ആർജിക്കാൻ കഴിയാത്തതാണ് ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അപച്യുതി. നിഷേധിക്കാൻ കഴിയും നമുക്ക്? സാഹചര്യം അനുസരിച്ച് അങ്ങോട്ട് കൂടിപ്പോയി, അതിന്റെ കൂടെ നിന്നു കൊടുത്തു, ഓരോന്നോരോന്നായി വീണു, അവസാനം പടുകുഴിയിൽ വീണു, കയറി വരാൻ വയ്യാത്ത അവസ്ഥ. ഖുർആൻ എത്രയോ മുൻകൂട്ടി ഇക്കാര്യം നമ്മളോട് പറഞ്ഞു തന്നു. അതുപോലെ ആ സാഹചര്യം വലിയ ബുദ്ധിമുട്ടുണ്ടാ. ഒരു മനുഷ്യൻ അവന്റെ സ്നേഹിതന്റെ മതത്തിലാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അവന്റെ ചങ്ങാതിയുടെ മതത്തിലായിരിക്കുന്ന. അതുകൊണ്ട് ആരുമായിട്ടാണ് ചങ്ങാത്തം കൂടുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന പ്രവാചകൻ പഠിപ്പിച്ച വചനം. അതുപോലെ നല്ല ആൾക്കാരോട് കൂടി ചേർന്നാൽ അതിൻ്റെതായ ഗുണമുണ്ടാകും, ചീത്ത ആൾക്കാരോട് കൂടി ചേർന്നാൽ അതിന്റെ ദൂഷ്യമുണ്ടാകും. ഇതൊക്കെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചിരുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് സാഹചര്യം മോശമാണെന്ന് കണ്ടാൽ വിട്ടു നിൽക്കുക. ചരിത്രത്തിൽ ഒരു സംഭവം ഉണ്ടല്ലോ, 99 ആൾക്കാരെ കൊന്ന ഒരു മനുഷ്യൻ ഒരു പുരോഹിതന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ? അയാൾ പറഞ്ഞു, നിനക്കെവിടുന്ന് തൗബ? അയാളെയും കൊന്നു. 100 തികച്ച്. വേറൊരു ജ്ഞാനിയായ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെയാണ് സംഭവം, എനിക്ക് തൗബയുണ്ടോ? നിന്റെ തൗബക്ക് ആരും മറയിടാൻ, പക്ഷെ നീ ഈ നാട്ടിൽ നിന്നുകൂടാ. ഈ നാട്ടിൽ നിന്നാൽ ഈ സാഹചര്യത്തിൽ ഇനി നീ കൊന്നുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് ഈ നാട് വിട്ടു പോയിക്കോ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പോവുകയും മരണം പിടികൂടുകയും റഹ്മത്തിന്റെ മലക്കുകൾ അദ്ദേഹത്തിന്റെ റൂഹ് എടുക്കുകയും ചെയ്ത സംഭവം കഥയല്ലിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണ്. അപ്പൊ സാഹചര്യം വലിയ പ്രശ്നമാണ്. അപ്പൊ അത് മനസ്സിലാക്കി നിൽക്കാനുള്ള ചങ്കൂറ്റവും തന്റെ ഇടവും ആർജിച്ചെടുക്കാൻ കഴിയാനുള്ള, അപ്പൊ നമ്മൾ നന്മയിൽ നിലനിൽക്കും. അതുപോലെ തിന്മകളിൽ നിന്ന് നമ്മൾ ഹിജ്റ പോവുക. നമുക്കുള്ള ഹിജ്റ അതാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഒക്കെ ആദർശത്തിന് വേണ്ടി നാട് വിട്ടു പോകേണ്ടി വന്നു. അല്ലാഹു അലം നാളെ ഇനി നമ്മളുടെ അവസ്ഥ എന്താവുമെന്ന് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായിരുന്നാലും ശരി, ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഹിജ്റ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നിർവചിച്ച ഹിജ്റയാണ്. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു എന്തു വിരോധിച്ചുവോ അതിൽ നിന്ന് ഹിജ്റ പോകുന്നവനാണ് മുഹാജിർ. അങ്ങനെയുള്ള മുഹാജിറുകളാകാൻ നോക്കുക. അതുപോലെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ആരോടും, അല്ലാഹു അല്ലാത്ത ആരോടും നമുക്ക് ഒരു തരത്തിലുള്ള വിധേയത്വവും അമിത സ്നേഹവും വേണ്ട. നമ്മളുടെ ഏറ്റവും വലിയ വിധേയത്വം അല്ലാഹുവിനോടാണ്. അത് നാം സംഘടനയിലായിരുന്നാലും ശരി, രാഷ്ട്രീയത്തിലായിരുന്നാലും ശരി, മതരംഗത്ത് എവിടെയായിരുന്നാലും ശരി, നമുക്ക് വിധേയത്വം ലില്ലാഹ്, അല്ലാഹുവിനോട്, വേറെ ആരോടുമില്ല. ഏറ്റവും വലിയ സ്നേഹമാരോട്, അള്ളാഹുവിനോട് മാത്രം. ആരെങ്കിലും എന്തെങ്കിലും നന്മകൾ ചെയ്തു തന്നതിന്റെ പേരിൽ ആരുടെയെങ്കിലും വിധേയത്വം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ മൂഢന്മാരാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അങ്ങനെ വിധേയത്വം കൊതിച്ചുകൂടാ, അവന്റെ വിധേയത്വം നമ്മൾ ആഗ്രഹിച്ചുകൂടാ. കാരണം ഒരു മനുഷ്യന് നാം സഹായം ചെയ്യുന്നുവെങ്കിൽ, ഒരു മനുഷ്യന് നാം ഭക്ഷണം നൽകുന്നുവെങ്കിൽ എന്താ അതിന്റെ ഇന്നമാനുത്തഴുമുക്കും ലിവജില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. നിങ്ങളിൽ നിന്നൊരു പ്രത്യുപകാരവും നിങ്ങളിൽ നിന്നൊരു ജസാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പടച്ചവന്റെ തൃപ്തിയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ മനസ്സുള്ളതെങ്കിലേ ശരിയാവുകയുള്ളൂ. അങ്ങനെ പോകാതിരുന്നാൽ സംഭവിക്കുന്നത് എന്താ? പരലോകത്തെത്തുമ്പോൾ എനിക്കും നിങ്ങൾക്കും വിരല് കടിച്ച് ഖേദിക്കേണ്ടി വരും. എന്താണത്? റബ്ബനാ ഇന്നനാ അതഅനാ സാദത്തനാ വകുബറാഅനാ
فأضلون السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. നാഥ, ഞങ്ങളുടെ നാഥ, ഇന്നാ അതഅനാ സാദത്തനാ വകുബറാഅനാ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ വലിയ വലിയ ആൾക്കാരെയും ഞങ്ങൾ അനുസരിച്ചു പോയി, അവർ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ആതിഹിം ദഇഫൈനി മിനൽ അദാബ്, ഇരട്ടി ശിക്ഷ കൊടുത്തവർക്ക്. ഓരോ നേതാവിനും അനുഭവിക്കേണ്ടി വരുന്ന രംഗമാണ് ഈ പറയുന്നത്. കൊടുക്കവർക്ക് ഇരട്ടി ശിക്ഷ, കാരണം ഇവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. റബ്ബനാ ആതിഹിം ദഇഫൈനി മിനൽ അദാബി വൽഅൻഹും ലഅനൻ കബീറ, പടച്ചവനെ ഏറ്റവും വലിയ ശാപം ഇവരെ നീ ശപിക്കുകയെന്ന് നമ്മൾ നോക്കി പറയും. പക്ഷെ അതുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടൂല, നമ്മളും അനുഭവിക്കേണ്ടി വരും. അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കാൻ പറയുന്നത് നമ്മളുടെ വിഷമത്തിന്റെ അങ്ങേയറ്റ. ഞാൻ അവരുടെ പിന്നാലെ കൂടിപ്പോയി, അവർക്ക് ഞാൻ വിധേയപ്പെട്ടു പോയി, ഞാൻ അവർക്ക് കീഴ്പ്പെട്ടു പോയി. ഇതിനൊക്കെ അവകാശം അള്ളാഹുവിന് മാത്രം. അങ്ങനെ ഒരു തുറന്ന ചിന്ത നമുക്കുണ്ടാവുക. അതുപോലെ ഒരു കാര്യത്തിൽ നമ്മൾ കൂടികളാകാതിരിക്കുക. ഓരോരുത്തർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുക, മറ്റൊരു കൂട്ടർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. പ്രവാചകൻ പറഞ്ഞെന്താണ്? ലാ തകൂനു ഇമ്മാ, നിങ്ങൾ കൂടികളാകരുത്. എന്താണ് കൂടി? ഇമ്മാഅത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? ജനങ്ങളൊക്കെ നല്ലത് ചെയ്താൽ ഞങ്ങൾ നല്ലത് ചെയ്യും, ജനങ്ങളൊക്കെ തോന്നിയാസം ചെയ്താൽ, അതിക്രമം ചെയ്താൽ ഞങ്ങളും അതിക്രമം ചെയ്യും എന്ന് പറയുക, അതാണ് ഇമ്മാഅത്ത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഒരു നിശ്ചയദാർഢ്യതയാണ്. വലാകിൻ വത്തിനു അൻഫുസക്കും, നിങ്ങൾക്കൊരു നിശ്ചയദാർഢ്യത ഉണ്ടാകണം. അതെന്താണ്? ജനങ്ങളൊക്കെ നന്മ ചെയ്താൽ ആ നന്മയുടെ ഒപ്പം ഞാനുണ്ട്. അതേസമയം ജനങ്ങൾ അതിക്രമത്തിലേക്കും അരാജകത്തിലേക്കും പോയാലോ ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല. ഈ ഒരു തന്റെ ഇടം ഇത് ആർജിച്ചെടുക്കുക. ഇതൊക്കെ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ, നിലനിർത്താൻ കഴിയണമെങ്കിൽ നല്ല ക്ഷമ വേണം, സംയമനം വേണം, ആത്മനിയന്ത്രണം വേണം. പ്രിയമുള്ളവരെ, അതാണ് റമദാൻ നമുക്ക് കനിഞ്ഞു നൽകിയത്. അത് സൂക്ഷിക്കുക, നിലനിർത്തുക. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു അതിനെന്റെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ ആജ്ഞാനുവൃത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. നിരന്തരമായ നിയമ നിർമ്മാണങ്ങളിലൂടെ, അക്രമത്തിലൂടെയും അരാജകത്വത്തിലൂടെയും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന സ്ഥിതി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാജ്യത്ത് ഏതാണ്ട് ഒരു പതിറ്റാണ്ടായി തുടങ്ങിയത്. അത് അനുസ്യൂതം തുടരുകയാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ബാബരി മസ്ജിദ് തകർത്ത് ക്ഷേത്രം പണിതത്, മുത്തലാഖിന്റെ ബില്ല്, പൗരത്വ ഭേദഗതി ബില്ല്, അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് പോലെ മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള നിരന്തരമായ ശ്രമം. അത് വിശ്വാസങ്ങളിൽ കൈകടത്തിയിട്ടുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടുണ്ട്, ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുണ്ട്, ആരാധനാലയങ്ങളെ ഭീഷണിയുടെ നിഴലിൽ നിർത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ പല രൂപത്തിലാണ് അത് വരുന്നത്. അങ്ങനെ ജനാധിപത്യവും മതേതരത്വവും കശാപ്പ് ചെയ്തുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സായി, വഖഫ് ഭേദഗതി ബില്ല് എന്നാണ് അതിന്റെ പേര്. തലയെണ്ണത്തിന്റെ ബലത്തിൽ മാത്രമാണ് അത് പാസ്സാക്കാൻ കഴിഞ്ഞത്. അതിന്റെ അന്തസ്സത്ത നല്ല നിലയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ഇനി രാജ്യസഭയും കടന്നാൽ പിന്നെ പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ നിയമമാകും. അതുണ്ടാകും എന്ന് തന്നെയാണല്ലോ നമ്മുടെയൊക്കെ പ്രതീക്ഷ. ഉണ്ടാകുമെന്ന് തന്നെയാണല്ലോ ധാരണ. ഉണ്ടാകാതിരിക്കാനുള്ള വഴിയില്ല. അതാണ് ഇന്നത്തെ ഇന്ത്യയിലെ ചുറ്റുപാട്. ഈ വഖഫ് എന്ന് പറയുന്നത് തികച്ചും മുസ്ലിങ്ങളുമായി മാത്രം ബന്ധപ്പെടുന്ന കാര്യമാണ്. എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ? ഒരു നല്ല സത്യവിശ്വാസിയായ മനുഷ്യൻ തന്റെ സമ്പത്തിന്റെ ഇത്ര വിഹിതം ഇന്ന സ്ഥാപനത്തിന് അള്ളാഹുവിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, വഖഫ് ചെയ്തിരിക്കുന്നു പറയുന്നതാണല്ലോ വഖഫ് എന്ന് പറയുന്നത്. ഇതിൽ വേറെ ആർക്കും ഒരു കടമയില്ല, കടപ്പാടും ഇല്ല, ബാധ്യതയില്ല. മുഴുവൻ മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യമാണ്. എന്നാൽ ഒരു സാധാരണ ഇന്ത്യയിൽ ഒരുപാട് ഭേദഗതികൾ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഉണ്ടാകാത്ത ഒച്ചയും ബഹളവും എന്തുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം.
അവിടെ നാം മനസ്സിലാക്കേണ്ടത്, ആർക്കാണോ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനോ കേൾക്കാനോ ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കാനോ അതിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ പരിഗണിക്കാനോ ഒന്നും തയ്യാറാകാതെ തികച്ചും ഏകപക്ഷീയമായി മുസ്ലിം ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബില്ല് എന്നുള്ളതാണ് ഈ വിവാദങ്ങൾക്കൊക്കെ കാരണം. ഇവിടെ മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലോ, 95-ൽ വഖഫ് ആക്ട് ഭേദഗതി നടന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഉണ്ടാകാതിരിക്കാൻ കാരണം മുസ്ലിങ്ങൾക്ക് അനുകൂലമായ നിലയിൽ അവരുടെ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ള എല്ലാ സ്വാതന്ത്ര്യം അന്ന് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അവസ്ഥ എന്താ? രാജ്യത്തെ 11.95 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന വഖഫ് സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശമാണ് ഈ നഷ്ടപ്പെടാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 11.95 ലക്ഷമല്ല, 11.95 ലക്ഷം കോടി രൂപയുടെ മൂല്യമുണ്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്തിന്. അതെല്ലാം കൂടി ഇങ്ങോട്ട് അടക്കി ഭരിക്കാനുള്ള ഒരു ആക്രാന്തമായിട്ട് വേണം ഇതിനെ കാണേണ്ടത്. 9,04,000 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന 8,07,000 വഖഫ് സ്വത്തുക്കളാണ് രാജ്യത്തുള്ളത് എന്നാണ് സർക്കാരിന്റെ കണക്കുകൾ തന്നെ. അപ്പൊ അത്രയേറെ വഖഫ് സ്വത്തുക്കൾ മുസ്ലിമീങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് സഹിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇതിന്റെ കാരണം, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പം ഈ 95-ലെ വഖഫ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇത് വന്നത്. ഈ വഖഫ് ആക്ട് ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഇതിന്റെ ബില്ല് അവതരിപ്പിക്കാൻ തയ്യാറായപ്പോൾ അത് JPCക്ക് വിട്ടുകൊടുത്തതിന് ശേഷം ആ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. പക്ഷെ ആ കമ്മിറ്റിയും വെറും ഒരു കമ്മിറ്റി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ആരാണോ ഇതിൽ അഭിപ്രായം പറയുന്നത് അവരാരും അതിലില്ല. ആരൊക്കെയാണോ അതിനെ എതിർക്കുന്നത് അവർക്കൊക്കെ ഭൂരിപക്ഷവും. പേരിന് വേണ്ടി ആരെയൊക്കെ കൂട്ടിച്ചേർത്താണ് JPC കമ്മിറ്റി. അപ്പൊ തന്നെ നമുക്കറിയാം ഇതെങ്ങനെ വരും. അന്ന് മിമ്പറിൽ നിന്ന് ഞാൻ പറഞ്ഞതാണത്. ഇതെങ്ങനെ വരുമെന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ള അതേ അവസ്ഥ തന്നെയാണ്. കാരണം ആരുടെ അതിന് ശേഷം അഭിപ്രായ സ്വരൂപണം നടത്തി. എത്രയോ സംഘടനകൾ അവരുടെ അഭിപ്രായങ്ങൾ അറിയിച്ചു. എന്തെങ്കിലും ഒന്ന് സ്വീകരിച്ചോ? ഒന്നും സ്വീകരിച്ചില്ല. അത് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന നിലയിലേക്ക് ആ ബില്ല് വന്നു. തലയെണ്ണനുസരിച്ച് അത് പാസാക്കി എന്നുള്ളത് ഉറപ്പാണ്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് ഒരാൾ വാമൊഴിയായിട്ട് രേഖപ്പെടുത്താതെ വാമൊഴിയായിട്ട് ഇന്ന സ്വത്ത് ഇന്ന പള്ളിക്ക് ഇന്ന സ്ഥാപനത്തിന് എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ആശങ്കയും അങ്കലാപ്പും സൃഷ്ടിക്കുന്നുണ്ട് ഈ ബില്ലൊന്ന്. രണ്ടാമതായി, വഖഫ് ചെയ്യുന്നവൻ ആരാണോ അവൻ 5 വർഷമായി ഇസ്ലാം ആചരിച്ചു വരുന്ന വ്യക്തി ആയിരിക്കണമെന്ന വ്യവസ്ഥ ഇതിനകത്തുണ്ട്. ഇത് മറ്റു മതവിഭാഗങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ കേന്ദ്ര വഖഫ് കൗൺസിലായിരുന്നാലും സംസ്ഥാന വഖഫ് ബോർഡുകളായിരുന്നാലും വഖഫ് ട്രൈബ്യൂണലുകളായിരുന്നാലും ഇവിടെ ഒക്കെ മുസ്ലിങ്ങളല്ലാത്തവരെ നിയമിക്കാനുള്ള നിർദ്ദേശം അതിനകത്തുണ്ട്. ഇവിടെ മുസ്ലിമീങ്ങളല്ലാത്തവരുടെ അമ്പലങ്ങളുണ്ട്. അതുപോലെ തന്നെ എത്രയോ സ്ഥാപനങ്ങൾ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. ആ സ്ഥാപനങ്ങളിൽ ഒന്നും കാണാത്ത ഒരവസ്ഥയാണ് ഇതിലെ. എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത്? മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നൽകിയ വസ്തു കൈകാര്യം ചെയ്യാൻ അതിലെന്തെങ്കിലും പോരായ്മയോ തിരിമറിയോ നടത്തുന്നുണ്ടെങ്കിൽ അത് പിടിക്കുടനെ ശിക്ഷിക്കപ്പെടണം. ഇതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. സുതാര്യമായിരിക്കണം, അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അതിനുവേണ്ടി അതിന്റെ കടയ്ക്ക് തന്നെ കത്തിവെക്കേണ്ട അവസ്ഥാവിശേഷം. തലവേദന ഉണ്ടായാൽ തല വെട്ടിമാറ്റലല്ല വേണ്ടത്, തലവേദനയ്ക്ക് ചികിത്സിക്കല ഉണ്ടാകേണ്ടത്. അതിന് പകരം ചെയ്യുന്ന പണി ഇതാണ്. അതുപോലെ വഖഫ് എന്ന് പറയുന്ന മുസ്ലിം സ്വയംഭരണമാണ്. അവർക്കാണ് അതിൽ അവകാശം. അതിനെ ഒക്കെ ഹനിക്കുന്ന നിലയിലാണ് ഇതിന്റെ പോക്ക്. അതുപോലെ തന്നെ പല കാര്യങ്ങളുമുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞാൽ ഭരണഘടന അനുശാസിക്കുന്ന 25-26 ഭാഗം പോലും നിഷ്കാസനം ചെയ്യുന്നതിനും എന്ന് വെച്ചാൽ മതസ്വാതന്ത്ര്യവും മതസ്ഥാപനങ്ങൾ നിയന്ത്രിക്കാനുള്ള അവകാശവുമാണല്ലോ 25-26. ഇതൊക്കെ നിഷേധിക്കുന്ന ഒരു ബില്ലാണിത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളുടെയൊക്കെ പ്രതീക്ഷയും പ്രാർത്ഥനയും ഇത് എങ്ങനെ നിയമമായാലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഏറെ ഉണ്ട് എന്ന് നിയമവിദഗ്ധന്മാരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു പ്രതീക്ഷ ഏതായിരുന്നാലും നമ്മുടെ മുമ്പിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പള്ളിയും ഖബർസ്ഥാനും ഉൾപ്പെട്ട സ്ഥലം സർക്കാരിൻ്റെതാണെന്ന് ആരെങ്കിലും പരാതി നൽകിയാൽ അതിലൊരു തീർപ്പുണ്ടാകുന്നത് വരെ
അവിടെ ആരാധനകളോ മയ്യിത്ത് സംസ്കരണമോ തടയാൻ അധികാരികൾക്ക് അവകാശമുണ്ടായി തീരുന്ന നിലയിലുള്ള കൊടും ചതിയാണ് ഈ ബില്ല് എന്നുള്ളത് തിരിച്ചറിയുക. അതിനെതിരെ ശക്തമായി നമ്മൾ പ്രതിഷേധിക്കണം. മാന്യമായ നിലയിലുള്ള പ്രതിഷേധം, നിയമപരമായി എങ്ങനെ നേരിട്ട് ഇത് ഇല്ലാതാക്കാൻ കഴിയുന്നുള്ള ആലോചന വേണം. ഇതൊക്കെ ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാം മറന്ന് ഒന്നിക്കേണ്ട ഒരു സമയമാണെന്ന് തിരിച്ചറിയാനെങ്കിലും നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പരീക്ഷണങ്ങളിൽ നിന്നും അതിജയിക്കാനുള്ള തൗഫീഖ് ഈ ഉമ്മത്തിന് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആരുടെ വെല്ലുവിളികളെയും അതിജയിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. ഇത്തരത്തിൽ ഇസ്ലാമിക വിരുദ്ധ, മുസ്ലിം വിരുദ്ധ നീക്കങ്ങൾ തടയിടുന്നതിന് സർവശക്തനാണ്, കഴിവുള്ളവനാണ് അവൻ അതിന് വേണ്ട വിധത്തിൽ ഇടപെടലുണ്ടാകും എന്ന പ്രതീക്ഷ നമുക്ക് ഏവർക്കുമുണ്ട്. ആ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും നമ്മുടെ നിലനിൽപ്പിനും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് ഇതിന്റെ കൂടെ ഓർമ്മിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ വെല്ലുവിളികളെയും അതിജയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളെ അല്ലാഹു കെട്ടിക്കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമോ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر من نصر دينك يا رب العالمين. اللهم خذل من خذل دينك وأمتك يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.